ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ബ്രഹ്മകമലം ഹിമാലയൻ താഴ്വരകളിൽ കാണപ്പെടുന്ന ഒരു അപൂർവ ഇനം പുഷ്പമാണ് ബ്രഹ്മകമലം. ഹിമാലയൻ പുഷ്പങ്ങളുടെ രാജാവെന്ന് തന്നെ നമുക്ക് ഈ ബ്രഹ്മകമലത്തെ വിശേഷിപ്പിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവൻ തൻ്റെ നാഭിയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തു എന്നാണൊരു വിശ്വാസം. മാത്രമല്ല, ഋഗ്വേദത്തിൽ പല സ്ഥലങ്ങളിലും ദേവപുഷ്പമായ ഈ ബ്രഹ്മകമലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബദ്രിനാഥിലും കേദാർനാഥിലും ഒക്കെ തന്നെ പൂജയ്ക്കായി ഈ പുഷ്പങ്ങൾ ഉപയോഗിക്കാറുണ്ട്. രാമരാവണ യുദ്ധസമയത്ത് ലക്ഷ്മണൻ മൃത്യു വരിക്കുകയും പിന്നീട് പുനരുജ്ജീവിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ദേവലോകത്തു നിന്ന് ദേവന്മാർ ബ്രഹ്മകമലം കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിയെന്നാണ് വിശ്വാസം. ഈ പുഷ്പവൃഷ്ടി നടത്തുന്ന സമയത്ത് ഈ പുഷ്പം ഹിമാലയത്തിൻ്റെ പല ഭാഗങ്ങളിലായി വീണു എന്നാണ്. അങ്ങനെയാണ് ഹിമാലയൻ താഴ്വരകളിൽ ഈ പുഷ്പം ഇപ്പോൾ കാണപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ബദ്രിനാഥ് യാത്രയിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ബ്രഹ്മകമല പുഷ്പത്തെ കാണാനുള്ളൊരു മഹാഭാഗ്യം ഉണ്ടായി. ബദ്രിനാഥിലെ ശ്രീകോവിലിനുള്ളിൽ പൂജയ്ക്ക് വെച്ചിരിക്കുന്നതായിട്ടാണ് കണ്ടത്. കേട്ടുകേൾവി മാത്രമുള്ള ഈ പുഷ്പത്തെ നേരിൽ കണ്ടപ്പോൾ വലിയ സന്തോഷമായിരുന്നു. മാത്രമല്ല, സാധാരണ പൂക്കളേക്കാൾ വലിയ വലിപ്പത്തിലുള്ളൊരു പുഷ്പമാണ്. മഞ്ഞയും വെള്ളയും ഇണകലർന്ന ഒരു നിറവുമായിരുന്നു. ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൻ്റെ നാഷണൽ ഫ്ലവർ കൂടെയാണ് ഈ ബ്രഹ്മകമലം. അപ്പോൾ ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.